ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരേ സമയം വലിയ സന്തോഷവും എന്നാൽ അതോടൊപ്പം വലിയ ദുഃഖവും നഷ്ടബോധവും തോന്നുന്നുണ്ട്. FKMG-TV-യുടെ ആരംഭഘട്ടം മുതൽ നടന്ന വലുതും ചെറുതുമായ എല്ലാ മീറ്റിങ്ങുകൾക്കും എനിക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാവാനും നിങ്ങളെ അടുത്തു നിന്ന് കാണുവാനും കേൾക്കുവാനും നിങ്ങളോട് സംസാരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഏറെ ദൂരത്തിരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംവദിക്കേണ്ടി വരുന്നത് എനിക്ക് വലിയ വിഷമമുണ്ട്. നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ്, സഹോദരങ്ങളാണ്. അപ്പൊ നിങ്ങളോട് എൻ്റെ വിഷമതകളെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ശാരീരികമായി അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 1-2 മാസങ്ങളായി എനിക്ക് നിരന്തരം ശ്വാസതടസ്സവും പനിയും നെഞ്ചിലെ കഫക്കെട്ടുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ ചികിത്സകൾ അതൊന്ന് ശമനം വരുമ്പോൾ നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങളിലേക്ക് കടന്നു. പക്ഷെ പിന്നെയും ആ രോഗം ആവർത്തിച്ചുണ്ടാകും. അങ്ങനെ ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ രോഗം വലിയ തീവ്രത പ്രാപിച്ചു. എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ ചികിത്സ തേടുകയും ചെയ്തു. പരിശോധനയിൽ അവർ കണ്ടെത്തിയത് രോഗ കാരണമായി ഇതുവരെ ഐഡന്റിഫൈ ആയിരുന്ന ഒരു ബാക്ടീരിയ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ 7-8 ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ഞാൻ മിനിഞ്ഞാന്നാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. ഇപ്പോഴും ശക്തിയേറിയ ആന്റിബയോട്ടിക്കുകളുടെ സഹായത്തോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് എന്നെ പറഞ്ഞയച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് വോയിസ് റെസ്റ്റ്, അധികം സംസാരിക്കരുത് എന്നാണ്. എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒട്ടും ഒഴിവാക്കാനാവാത്ത ഒരു മീറ്റിങ്ങിൽ ഇന്നലെ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നു. അപ്പൊ അതുകൂടി കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഉണ്ട് സംസാരിക്കാനൊക്കെ. ഇനി ഞാൻ ഇത്രയും സമയമെടുത്ത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോടൊപ്പം ഉണ്ടാകാത്തതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ അസാന്നിധ്യം പൊറുക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം. FKMG-TV-യുടെ 2ാമത്തെ വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. പുതിയൊരു ഭരണസമിതി FKMG-TV ഉണ്ടാകും. ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി അനവധി സാങ്കേതിക പ്രവർത്തകർക്കും തൊഴിലാളികൾക്കും അസംഘടിതമായ ഒരു തൊഴിൽ മേഖലയിൽ നിരന്തരം ചൂഷണത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടി വരുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അതിൻ്റെ എല്ലാ തീക്ഷ്ണതയോടുകൂടി നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് നേതൃത്വം ടെലിവിഷൻ മേഖലയിൽ കൂടി ഒരു ട്രേഡ് യൂണിയൻ രൂപവത്കരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ട് ഒരു സംഘടന അവിടെ രൂപീകരിച്ചപ്പോൾ തീർച്ചയായും സ്വാഭാവികമായി ആ രംഗത്ത് നിന്ന് വലിയ എതിർപ്പ് നമ്മൾ നേരിടേണ്ടി വന്നു.
ഈ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് ഫെഫ്കയുടെ തന്നെ എനിക്ക് അഭിമാനകരമായി പറയാം 21 അംഗ സംഘടനകളിൽ ഏറ്റവും അധികം അംഗബലവും കെട്ടുറപ്പുള്ളതുമായ ഒരു സംഘടനയായി ഫെഫ്ക LTTE ഈ 2 വർഷത്തിനുള്ളിൽ കഴിഞ്ഞു. അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിനായി മുഴുവൻ സമയവും പ്രവർത്തിച്ച ജീവസുറ്റ ഒരു നേതൃത്വം ഫെഫ്ക LTTE ഉണ്ടായി. ഫെഫ്ക LTTE രൂപവൽക്കരിച്ച് അതിന്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയപ്പോൾ ഫെഫ്കയുടെ ട്രഷററായിട്ടുള്ള ശ്രീ സതീശൻ, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ GS വിജയ്, ഇവർ രണ്ടുപേരും ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൂടിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ യൂണിയന്റെ പ്രത്യേക ചുമതല കൊടുത്തിട്ട് ഈ യൂണിയൻ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുവാൻ, പ്രവർത്തനങ്ങളെ ആകെ വിലയിരുത്തുവാൻ, ആദ്യമായി ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടാകുന്ന ഒരു സംഘടനയ്ക്കുണ്ടാകുന്ന ബാലാരിഷ്ടതകൾ മറികടക്കാൻ അവരുടെ അനുഭവ സമ്പത്ത് വിനിയോഗിക്കുവാനും നിർദ്ദേശം നൽകി. എന്റെ പരിണിതപ്രജ്ഞരായ ഈ 2 സഹപ്രവർത്തകർ വിജയനും സതീശനും അവരുടെ ജോലി സ്തുത്യർഹാനന്ദം നിർവഹിക്കുകയുണ്ടായി. നോക്കൂ, ഇതിന്റെ ആദ്യകാലം മുതൽ ഇതിന്റെ നേതൃത്വത്തിലിരുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ ശ്രീ വയലാർ മാധവൻകുട്ടിയുടെ പ്രസംഗം കേൾക്കുകയായി. ആദ്യകാലം മുതൽ അദ്ദേഹം ഇതിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാണ്. ശ്രീ സുരേഷ് ഉണ്ണിക്കാർ വ്യക്തിപരമായ അനാരോഗ്യം വകവയ്ക്കാതെ സംഘടനയ്ക്കൊപ്പം അദ്ദേഹം അതിന് ക്രിയാത്മകമായ നേതൃത്വം നൽകിക്കൊണ്ട് നിന്നു. പേരെടുത്ത് പറയേണ്ട ഒരുപാടാണ്. ഇന്ന് പുതിയ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജിത്ത് പല്ലിയുടെ പേര് പരാമർശിക്കണം. പ്രവീണുണ്ട്, ശ്യാമുണ്ട്. എന്റെ മുമ്പിൽ പുതിയ ഭരണസമിതിയുടെ പേരുകൾ മുഴുവൻ ഞാൻ സമയക്കുറവ് മൂലവും എന്റെ തന്നെ ബുദ്ധിമുട്ടുകൾ മൂലവും ഞാൻ മുഴുവൻ വായിക്കുന്നു. ഇവരെല്ലാം മുഴുവൻ സമയവും തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടി യൂണിയന് വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഫെഫ്ക LTTE ഇന്നത്തെ ഫെഫ്ക LTTE ആയി മാറും. ഇന്ന് ടെലിവിഷൻ രംഗത്ത് ഫെഫ്ക LTTE ഉണ്ടായതിന്റെ ഗുണഫലങ്ങൾ കേവലം ഒരു സംഘടനാ റിപ്പോർട്ടിന്റെ അപ്പുറം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരിട്ട് അനുഭവ സാക്ഷ്യങ്ങളായി പറയുമ്പോൾ അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഫെഫ്ക LTTE പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വേതനം, ചെയ്യുന്ന ജോലിയുടെ കൂലി ഔദാര്യമായി, ഇന്നത് അവകാശമായി മാറി. ചെയ്യുന്ന ജോലിക്ക് കൂലി തരിക എന്നുള്ളത് ആരുടെ ഔദാര്യം? അത് നമ്മളുടെ അവകാശം. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു തൊഴിലാളി യൂണിയൻ അതിന്റെ മുഴുവൻ ശക്തിയും എടുത്ത് അവകാശം പിടിച്ചു വെക്കുവാനും ഒരു അതിനെ നിങ്ങൾക്ക് മുഷ്കെന്ന് വിളിക്കാം, ഹാസ്യമെന്ന് വിളിക്കാം. പക്ഷെ ഞങ്ങൾ അതിനെ എളിമയോടെയുള്ള സഹന സമരമായിട്ടാണ് കാണുന്നത്. എനിക്ക് തന്നെ കൃത്യമായ ഓർമ്മയുണ്ട്. അത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഏതാനും ചില ലൊക്കേഷനുകളിൽ ഇവിടുത്തെ പ്രവർത്തകർ ഒന്നടങ്കം പോയപ്പോൾ അത്തരത്തിലുള്ള സമരപരിപാടിക്ക് അനുവാദത്തിനായി എന്നെ സമീപിച്ചിട്ടുണ്ട്. ഫെഫ്കയുടെ ഭരണഘടന അനുസരിച്ച് അത്തരത്തിലുള്ളൊരു സമരം ചെയ്യണമെങ്കിൽ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുടെ അനുമതി ആവശ്യമാണ്. ഞാൻ അവരോട് ഒന്നേ പറഞ്ഞു, അക്രമം നമ്മുടെ മാർഗമല്ല, നിർമ്മാതാക്കൾ നമ്മളുടെ ശത്രുക്കളും, തൊഴിലിടം നമ്മൾക്ക് അന്നം തരുന്ന ഇടമാണ്, അത് കളങ്കപ്പെട്ടു. അപ്പോൾ എല്ലാ ആദരവോടും കൂടി വേണം ആ സ്ഥലത്ത് നമ്മൾ ചെയ്യാൻ, നമ്മളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കണം. നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കരുത്. ആ
അതിരുകളിൽ നിന്നും നമ്മളുടെ അവകാശത്തിന് വേണ്ടി നമുക്ക് ശബ്ദമുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ പലയിടത്തും പോലീസ് ഇടപെട്ടു. പോലീസ് അധികാരികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ല. അത് നമ്മളുടെ ബഹുമാനപ്പെട്ട വയലാർ മാധവൻകുട്ടി പറഞ്ഞു, ഇത് ഒരു തൊഴിൽ തർക്കമാണ്. നമുക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് എല്ലായിടത്തും സ്വീകരിച്ചത്. 2 വർഷത്തിനുള്ളിൽ ടെലിവിഷൻ മേഖലയിൽ 1.5 കോടി രൂപ തൊഴിലാളികളുടെ പണം, തടഞ്ഞു വയ്ക്കപ്പെട്ട പണം വാങ്ങിക്കൊടുക്കാൻ ഈ സംഘടനയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി അവിടെ വരുവാൻ സാധിക്കാത്തതിലുള്ള സങ്കടം അറിയിക്കുന്നു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏറെ ആഹ്ലാദത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.